അനേകം നൂറ്റാണ്ടുകളായി ജനവാസമില്ലാത്ത ഡെവിൾസ് വില്ലേജ്. ഓട്ടോമൻ പോരാളികളോട് പൊരുതിമരിച്ച ട്രാൻസിൽവാനിയൻ ധീരന്മാരുടെ കല്ലറകൾ. ചുറ്റും നിബിഡ വനം. കനത്ത മേഘപാളികൾ ആകാശം മറയ്ക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കുതിരവണ്ടിക്കാർ മടങ്ങിപ്പോകാൻ നിർബന്ധം പിടിച്ചപ്പോൾ പീറ്റർ പാർക്കർ പറഞ്ഞു, സുഹൃത്തേ, ഒന്നിച്ചു വന്നിട്ട് ഞങ്ങളെ രാത്രിയിലിവിടെ ഉപേക്ഷിച്ച് മടങ്ങുന്നത് ശരിയാണോ? അത് കേട്ട് വണ്ടിക്കാരൻ ലാറിയൻ പറഞ്ഞു, ശരിയല്ലായിരിക്കാം. പക്ഷെ സാർ, ഞങ്ങൾ വണ്ടി ഓടിക്കുന്നത് ജീവിക്കാനാണ്. ഈ പ്രേതഭൂമിയിൽ മരിക്കാനല്ല. അപകടം പിടിച്ച സ്ഥലമാണ് സാർ. നേരത്തെ പറഞ്ഞതല്ലേ, നിർബന്ധിക്കരുത്, ഭയം കൊണ്ടാണ്. അവസാന വാക്കുകൾ അയാൾ ഉച്ചരിച്ചത് വളരെ പതുക്കെയായിരുന്നു. ആ സംസാരം ശ്രദ്ധിച്ച ഗ്രെഗ് ഹഡ്സൺ അപ്പോൾ ചങ്ങാതിയോട് പറഞ്ഞു, പീറ്റർ, ഭയമാണെങ്കിൽ അവർ മടങ്ങട്ടെ. അപ്പോൾ ആശ്വാസത്തോടെ അയാളെ നോക്കി വണ്ടിക്കാരൻ ലാറിയൻ പറഞ്ഞു, ഭയം കൊണ്ടാണ് സാർ. രാത്രിവാസത്തിന് ഇവിടെ വന്നവരാരും തിരിച്ചു പോയിട്ടില്ല. ഒരുപാട് ചോരയൊഴുകിയ മണ്ണാണ്. ഡ്രാക്കുള പ്രഭുക്കന്മാർക്കും ഓട്ടോമൻ പടയാളികൾക്കും യുദ്ധം ഒരു വിനോദം പോലെയായിരുന്നു. പക്ഷേ ആ വീരന്മാരൊക്കെ ഇന്ന് എവിടെ? പരസ്പരം വെട്ടിക്കൊന്ന പമ്പര വിഡ്ഢികൾ. മടങ്ങിപ്പോരൂ സാർ. ഇരുട്ടിയാലും നിങ്ങൾക്ക് ഹോട്ടൽ മേഫ്ലവറിൽ സമാധാനമായി ഉറങ്ങാമല്ലോ. വണ്ടിക്കാരൻ ലാറിയൻ്റെ ആത്മാർത്ഥവും നിഷ്കളങ്കവുമായ വാക്കുകൾ കേട്ടപ്പോൾ പീറ്റർ പാർക്കർക്ക് സഹതാപം തോന്നി. അയാൾ എത്ര ദയനീയമായാണ് അഭ്യർത്ഥിക്കുന്നത്. ആലോചിച്ചുറപ്പിച്ച കാര്യത്തിൽ നിന്നും ഒരിക്കലും പിന്മാറാത്ത ശീലമില്ലായിരുന്നുവെങ്കിൽ പീറ്റർ പാർക്കർ നിശ്ചയമായും ആ വണ്ടിക്കാരനൊപ്പം മടങ്ങിപ്പോവുക തന്നെ ചെയ്യുമായിരുന്നു. പീറ്റർ പാർക്കർ ബാഗിൽ നിന്ന് തൻ്റെ പേഴ്സ് എടുത്തു. വണ്ടിക്കാർ പ്രതീക്ഷിച്ചതിലും വലിയൊരു തുക അവർക്ക് വാടകയായി നൽകി. അത് വാങ്ങി നന്ദി പറഞ്ഞ് അവർ രണ്ടുപേരും പീറ്റർ പാർക്കറെയും ഗ്രെഗ് ഹഡ്സണെയും വന്ദിച്ചു. എന്നിട്ട് വണ്ടികളിൽ ചാടിക്കയറി അതിവേഗം പാഞ്ഞുപോയി. ഭൂമിയുടെ മധ്യത്തിൽ എവിടെയോ താനും ചങ്ങാതിയും ഒറ്റപ്പെട്ടു പോയതുപോലെ ഒരു നിമിഷം പീറ്റർ പാർക്കർക്ക് തോന്നി. അയാൾ ചുറ്റും കണ്ണോടിച്ചു. തങ്ങൾക്ക് ചുറ്റും ഒരു വലിയ കരിങ്കൽ കോട്ട പോലെ കാർപ്പാത്യൻ മലനിരകൾ തല ഉയർത്തി നിൽക്കുന്നു. താഴ്വാരങ്ങളിലെ വനങ്ങളിൽ മൂടൽമഞ്ഞിൻ്റെ നീലിമ. കൊടും തണുപ്പ് കാറ്റുവീശി തുടങ്ങി. ഭയത്താൽ എന്നവണ്ണം വിറകൊള്ളുന്ന കാട്ടുമരങ്ങൾ. മഴ പെയ്യുമെന്ന് തോന്നുന്നു. ആകാശത്തെ ഇരുണ്ട മേഘക്കൂട്ടങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് പീറ്റർ പാർക്കർ പറഞ്ഞു, മഴയും മഞ്ഞും മാറി മാറി പെയ്യുന്ന പ്രദേശമാണിതെന്ന് കേട്ടിട്ടുണ്ട്. സുഹൃത്തിൻ്റെ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് ഗ്രെഗ് ഹഡ്സൺ പറഞ്ഞു. അപ്പോൾ അവർക്കു ചുറ്റും ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് നിശ്വസിച്ചതുപോലെ ഒരു കാറ്റ് വീശി. അതിൽ ചെറിയ മരച്ചില്ലകൾ വിറകൊണ്ടു. ഏതോ വന്യമൃഗം മുരളുന്നത് പോലെ മലനിരകൾക്ക് മുകളിൽ ഇടിനാദം മുഴങ്ങി. അകലെ എങ്ങോ ഒരു ചെന്നായയുടെ ഓരിയിടൽ അവർ കേട്ടു. മഴക്കാർ സൂര്യനെ എപ്പോഴേ മറച്ചു കഴിഞ്ഞിരുന്നു. മഴയ്ക്ക് മുമ്പ് നമുക്ക് രാത്രി കഴിയാനുള്ള ഒരിടം കണ്ടെത്തണം. ഗ്രെഗ് ഹഡ്സൺ പറഞ്ഞു. അതെ, ഉറങ്ങാനും വിശ്രമിക്കാനും ഒരു സ്ഥലം. നോക്കൂ, അതൊരു കല്ലറയല്ലേ? പീറ്റർ പാർക്കർ അകലേക്ക് ചൂണ്ടി. ഒന്നല്ല, അടുത്തടുത്തായി 100 എണ്ണത്തോളം ഉണ്ട്. അതിനടുത്ത് കാണുന്ന ഉയർന്ന കെട്ടിടം ഒരു പഴയ ആരാധനാലയമാണ്. അതിനും അപ്പുറമാണ് ഗ്രാമത്തിലെ പഴയ വീടുകൾ. അകലേക്ക് കണ്ണയച്ചുകൊണ്ട് ഗ്രെഗ് ഹഡ്സൺ പറഞ്ഞു. എങ്കിൽ വേഗം വരൂ, നമുക്ക് ഗ്രാമത്തിലേക്ക് നടക്കാം. തണുപ്പ് അസഹ്യമാകുന്നുണ്ട്. പീറ്റർ പാർക്കർ തൻ്റെ ലഗേജുമായി നടന്നു. ഒപ്പം ഗ്രെഗ് ഹഡ്സണും. ഇരുവശവുമുള്ള ശവക്കല്ലറകൾക്ക് നടുവിലൂടെ നീങ്ങുമ്പോൾ പീറ്റർ പാർക്കർ പറഞ്ഞു, ഡ്രാക്കുള പ്രഭുക്കന്മാർ നല്ല സൗന്ദര്യബോധമുള്ളവരായിരുന്നു എന്ന് തോന്നുന്നു. കല്ലറകൾ പോലും എത്ര മനോഹരം. അതെ, അതാ നോക്കൂ, ആ പ്രഭുമന്ദിരം കണ്ടില്ലേ? അതിൻ്റെ പോർച്ചും എടുപ്പുകളും എത്ര മനോഹരമാണ്. കല്ലുകളിൽ എത്രമാത്രം അലങ്കാരവേലകൾ. ഗ്രെഗ് ഹഡ്സൺ ഓരോ വീടും നിരീക്ഷിച്ചു. ആ പുരാതന ചരിത്രാവശിഷ്ടങ്ങളുടെ സൗന്ദര്യം നുകർന്ന് അവർ ഏതാനും നിമിഷം അവിടെ നിന്നുപോയി. തണുത്ത കാറ്റ് മലനിരകളെ തഴുകിയെത്തുന്നു. മലഞ്ചെരിവുകളിൽ ഒറ്റപ്പെട്ട മരങ്ങൾ. താഴ്വരയിൽ ചില ഭാഗങ്ങളിൽ അവ കൂട്ടം കൂടി വളരുന്നു. അങ്ങിങ്ങ് വളർന്ന കുറ്റിച്ചെടികൾ. എന്നാൽ മൃഗങ്ങളെയും പക്ഷികളെയും കാണാനേയില്ല. ഓർക്കാപ്പുറത്ത് മഞ്ഞു വീഴാൻ തുടങ്ങി. ആ പ്രദേശം മുഴുവൻ കാറ്റിന്റെ ഇരമ്പം മാത്രം. കാറ്റിന്റെ കരുത്ത് കൂടിക്കൂടി വന്നു. അതാ, ആ വീടിന് വലിയ കേടുപാടില്ല. അവിടെ ഓടിക്കോളൂ, പീറ്റർ പാർക്കർ പറഞ്ഞു. അപ്പോഴേക്കും ഗ്രെഗ് മുമ്പോട്ട് കുതിച്ചു കഴിഞ്ഞു. ഹോ, ഇതുപോലെ ഒരു കൊടുങ്കാറ്റ് ഞാൻ കണ്ടിട്ടേയില്ല. ഓടുന്നതിനിടെ ഗ്രെഗ് ചങ്ങാതിയോട് പറഞ്ഞു. പാറിയെത്തിയ മഞ്ഞുശകലങ്ങൾ അവരുടെ മുഖത്തും കൈകളിലും ആഞ്ഞു പതിച്ചു. കണ്ണിലേക്ക് അടിച്ചു കയറിയ കാറ്റും മഞ്ഞുകണങ്ങളും അവരുടെ കാഴ്ച മറച്ചു. ഭൂമിയിൽ നിന്നും തങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ചുഴറ്റിയെറിയപ്പെടുമോ എന്ന ഭയത്തോടെ ആ സുഹൃത്തുക്കൾ രക്ഷാസങ്കേതം തേടി കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു.
അകലെ കണ്ട സൈപ്രസ് മരങ്ങളുടെ ചില്ലകൾ നിറയെ മഞ്ഞുശകലങ്ങൾ പറ്റിപ്പിടിച്ചു. ഇടയ്ക്കിടെ മിന്നലിന്റെ പ്രകാശമില്ലായിരുന്നെങ്കിൽ അവർക്ക് പരസ്പരം കാണുവാൻ പോലും കഴിയുമായിരുന്നില്ല. കൊടും തണുപ്പ് കൊണ്ട് കൂട്ടിയിടിക്കുന്ന താടിയെല്ലുകളോടെ അവർ ഒരു പഴയ വീട്ടിലേക്ക് ഓടിക്കയറി. കരിങ്കൽ പാളികൾ മേഞ്ഞ ആ മന്ദിരം കാറ്റിൽ നിന്നും മഞ്ഞുവീഴ്ചയിൽ നിന്നും തൽക്കാലം അവർക്ക് രക്ഷ നൽകി. നടുത്തളത്തിൽ ചതുരാകൃതിയിൽ ഉയർത്തിക്കെട്ടിയ ഭാഗത്ത് ബാഗുകൾ വെച്ച ശേഷം അതിനു താഴെ കണ്ട മാർബിൾ ഫലകത്തിലേക്ക് പീറ്റർ പാർക്കർ കണ്ണോടിച്ചു. അതിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു: കൗണ്ടസ് സ്റ്റെഫനോ ഡ്രാക്കുള, 1436-1471.